അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ആൾക്ലാസ് ഹ്യൂട്ടണിന്ന് ഫ്രൈബുർഗ് വരെ പോവുകയാണ്. ഫ്രൈബുർഗിലൊരു മുൻസ്റ്റർ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. അപ്പം ആ ചർച്ചിലേക്കാണ് ഞാനിപ്പോൾ പോണത്. അവിടുത്തെ കുർബാന, അവിടുത്തെ പാട്ട് കുർബാന കാണാൻ വേണ്ടി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട് കുർബാനയാണ് അവിടുത്തെ. അപ്പം ഒരു ജർമ്മൻ കുർബാന നമുക്ക് കണ്ടിട്ട് വരാം. എനിക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, എന്നാലും ഞാൻ ആ പള്ളിയുടെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണത്. അപ്പോൾ നമ്മൾ ട്രെയിൻ വരുവാണ്. അപ്പോൾ നമുക്ക് അതിൽ കയറി അങ്ങോട്ട് പോകാം. ഇനി നിങ്ങൾ ഈ പുറം കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കും. നല്ല ഭംഗിയാണ് ഈ റൂട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടുന്ന് മല കയറി വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പോകുന്ന റൂട്ടിൽ ഞാൻ എല്ലാം മര്യാദയ്ക്ക് എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ സ്ഥലങ്ങളൊന്ന് കണ്ടു നോക്ക്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വോയിസ് ഓവർ വന്നു കഴിഞ്ഞാൽ അതിന് വലിയ രസം ഉണ്ടാവില്ല. ഇത് കുറച്ച് അങ്ങനെ ഇരുന്നങ്ങനെ കാണേണ്ടൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ കണ്ടു നോക്കും. നല്ലൊരു ഹരിതാപവും പച്ചപ്പൊക്കെ ഇല്ല ഇവിടെ. നമ്മുടെ നാട് പോലെ. പക്ഷെ പൈൻ മരങ്ങളാണ്. നല്ല ഭംഗിയല്ലേ. അങ്ങനെ ഗൈസ്, നമ്മളിപ്പം ഫ്രൈബുർഗ് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്കൊരു ട്രാം ഓടിച്ചിട്ട് വേണം മുൻസ്റ്റർ ചർച്ചിൽ പോകാൻ. അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി സംസാരിക്കാം. ഇതാണ് മക്കളെ നമ്മുടെ മുൻസ്റ്റർ ചർച്ചിൻ്റെ ഗോപുരം.
ഇതിനെക്കുറിച്ച് വിക്കിപീഡിയ കിട്ടിയിട്ടുള്ള സംഭവം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം. പക്ഷെ ഞാനിവിടെ ഈ ലോക്കൽ ആൾക്കാരെന്നൊക്കെ അറിയാൻ പറ്റിയത് 2ാം ലോകമഹായുദ്ധത്തിൽ ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാം തകർന്ന് തരിപ്പണമായിട്ടും ഈ പള്ളിക്കൊന്നും പറ്റിയിട്ടില്ലെന്നാണ് ഇവിടുത്തെ പൊതുവേ ഉള്ളൊരു സംസാരം. അപ്പോൾ ഇത് എത്രത്തോളം വാസ്തവമാണോ അതോ എന്തായാലും അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. എന്തായാലും കേട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് നൈസായിട്ട് കിടക്കാം. ഈ പള്ളിയുടെ മാത്രമല്ല ജർമ്മനിയിലുള്ള പള്ളികളിലെ മുഴുവൻ എനിക്കൊരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഇവരുടെ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. ഈ കൺസ്ട്രക്ഷൻ്റെ പരിപാടിയുടെ ആണോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ചെറിയൊരു സൗണ്ട് പോലും അത്യാവശ്യം നല്ല രീതിക്ക് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് സ്റ്റെപ്സ് വരെ കേൾക്കാൻ പറ്റും. ഓരോ ഭാഗത്തും ഓരോ തരത്തിലാണ് ഈ സൗണ്ട് കേൾക്കുന്നത്, അത് റെസൊനേറ്റ് ചെയ്ത് വരുന്നതൊക്കെ. അതൊരു ഭയങ്കര സെറ്റപ്പാണിത്.